ട്രെയിനിൽ ഉള്ള ഒരു വ്യക്തി ഇവിടെ അഡ്വക്കേറ്റ് സജൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, തത്സമയം ചേരുന്നുണ്ട്. സജൽ, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. എന്തൊക്കെയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ? എത്രത്തോളം യാത്രക്കാർ ബുദ്ധിമുട്ട്? എന്താണ് ഇപ്പോൾ തകരാറ് സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്? വ്യക്തമായ അറിയിപ്പ് നിങ്ങൾക്ക് കിട്ടി? എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്? അല്ല, ഏകദേശം 1 മണിക്കൂറിലേറെയായി ഇതിങ്ങനെ സാങ്കേതിക തകരാറെന്നും പറഞ്ഞ് ഇവിടെ ട്രാക്കിൽ പിടിച്ചിട്ടുണ്ട്. 7:30 എറണാകുളത്ത് റീച്ച് ചെയ്യേണ്ട വണ്ടിയാണ്. ഇതുവരെ ഷൊർണൂർ കഴിഞ്ഞിട്ടില്ല. ഷൊർണൂർ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തെടുത്ത് തൊട്ട സമയത്ത് തന്നെയാണ് നിശ്ചലമായിട്ടുള്ളത്. ഈ വൈകിട്ട് സമയമായതുകൊണ്ട് ഒരുപാട് യാത്രക്കാരുണ്ടായിരിക്കുമല്ലോ. ഒരുപാട് യാത്രക്കാരുണ്ട്, സ്ത്രീകൾ, കുട്ടികളടക്കമുള്ളവരെല്ലാവരും. പ്രധാനപ്പെട്ട പ്രോബ്ലം എന്താ വെച്ചാൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. ഡോർ ഓപ്പൺ ചെയ്താൽ മാത്രമാണെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ. പക്ഷേ സെൻട്രലൈസ്ഡ് പ്രോഗ്രാം ആയതുകൊണ്ട് അതിന് സാധിക്കുന്നില്ല. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അധികൃതർ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എഞ്ചിൻ വന്ന് മാറ്റണമെന്നാണ് ഇവരുടെ വിശദീകരണം സ്റ്റാഫ് പറയുന്നത്. എന്തെങ്കിലും വിശദീകരണം നൽകിയോ? എപ്പോൾ ശരിയാകും? എപ്പോൾ പകരം സംവിധാനം ഏർപ്പെടുത്താൻ കഴിയും? മറ്റെന്തെങ്കിലും പകരം സംവിധാനം മറ്റും പറയുന്നുണ്ടോ? ഇല്ല, അവർ പുതിയ എഞ്ചിൻ വരണമെന്നാണ് അവരുടെ ഭാഗത്തുനിന്നുള്ളൊരു വിശദീകരണം. ട്രെയിനകത്തുള്ള സാങ്കേതിക പ്രവർത്തകരുടെ വിശദീകരണം അതാണ്. എഞ്ചിൻ വന്നാൽ മാത്രമാണ് ഇത് ക്ലിയർ ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. എത്ര സമയം എടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്? അവരങ്ങനെ ഒരു സമയം പറയുന്നില്ല. കാര്യം പുതിയ എഞ്ചിൻ വരണ്ടേ, അതിന് മറ്റൊരു സ്ഥലത്ത് നിന്ന് വരണ്ടേ. ഒരുപാട് ആളുകൾ, കാരണം നമ്മൾ ഈ സൗകര്യത്തോടു കൂടി യാത്ര ചെയ്യുന്ന ട്രെയിനാണ്, നമുക്ക് കൃത്യസമയത്ത് എത്തിച്ചേരണം. അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടല്ലേ? തീർച്ചയായിട്ടും. അതിനല്ലേ നമ്മൾ വേഗത്തിൽ എത്താൻ വേണ്ടിയല്ലേ ഈ ഇത്തരത്തിലുള്ള ട്രെയിനുകളെ ആശ്രയിക്കുന്നത്. ടിക്കറ്റ് ചാർജ് കൂടുതലാണെങ്കിൽ പോലും നമ്മുടെയൊക്കെ സമയത്തിന് വിലയില്ലേ. ഈ തകരാറ് എന്താണ് എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും അറിയുമോ? കാരണം ഇങ്ങനെ തകരാറ് അങ്ങനെ ഉണ്ടാകാനുള്ള സാഹചര്യം എന്തെങ്കിലും നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ നേരത്തെ? അവർ പറയുന്നത് ബാറ്ററി ഫെയിലിയർ ആണെന്നാണ്. പക്ഷെ യഥാർത്ഥ വിഷയം എന്താണെന്ന് അറിയില്ല. സാങ്കേതിക പ്രശ്നമാണെന്ന് പറയുന്നു. അകത്തേക്കൊക്കെ ഒരുപാട് ആളുകളുണ്ടോ? കാണിക്കാൻ പറ്റുന്ന ഒരു സൗകര്യമുണ്ടോ? ആണോ? ഇത് ഇപ്പൊ കിട്ടുന്നത് ഇത് ഷൊർണൂർക്ക് തിരിച്ചു പോയിട്ട് അവിടുന്ന് പുതിയ എഞ്ചിൻ വെച്ചിട്ട് പോകണമെന്നാണ്. അതാണ് ഇപ്പൊ കിട്ടുന്ന വിവരം. അതായത് ഇപ്പോൾ 1 മണിക്കൂർ വൈകി, ഇനിയും വൈകുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും വൈകുമെന്നാണ്. പുതിയ എഞ്ചിൻ വന്നിട്ട് പിന്നെ ബാക്കിലോട്ട് എടുത്തിട്ട് ഡോറ് തുറന്നു കൊടുക്കാമെന്നാണ്. ഓക്കെ. ഡോറ് തുറക്കണമെങ്കിൽ തന്നെ അടുത്ത സ്റ്റേഷനിലേക്ക്, പ്ലാറ്റ്ഫോം ഉള്ളിടത്തേക്ക് എത്തണമെന്നാ പറയുന്നത്. ഇപ്പോൾ പാലത്തിന് സമീപമാണ് അവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. പാലത്തിന് സമീപം. അതെ. അതായത് നിങ്ങൾക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ കഴിയാത്ത ഒരു സ്ഥലത്താണ് നിർത്തിയിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ വരുന്ന അറിയിപ്പ് എന്താണ്? ഈ ഷൊർണൂരിൽ എത്തിയ ശേഷം പിന്നീട് അവിടെ നിന്നും എഞ്ചിൻ വരണം. അതെ, ഷൊർണൂരിലേക്ക് എത്തിയാൽ മാത്രമേ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. പ്ലാറ്റ്ഫോം അവൈലബിലിറ്റി ആണ് അവർ പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ തുറക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. അതിനാലും അതിലൊരു തീരുമാനം പെട്ടെന്ന് ആയില്ലെങ്കിൽ ആളുകൾ പാനിക്കാവാൻ സാധ്യതയുണ്ട്. ഈ മറ്റ് ബന്ധപ്പെട്ട ആരെങ്കിലും വന്ന് നിങ്ങളെ കണ്ടോ? ഇത്രയും യാത്രക്കാരുണ്ടല്ലോ, അതുവഴി ആരെങ്കിലും പോയോ? എന്താണ് ഈ പ്രശ്നമാണ്, നിങ്ങൾ മറ്റ് ബുദ്ധിമുട്ട് നേരിടേണ്ടതില്ല, ഇത്ര സമയത്ത് ഉള്ളിൽ എത്തിക്കാൻ കഴിയും, അങ്ങനെ എന്തെങ്കിലും ഒരു ഉറപ്പ്, സമയക്രമമായി ഇത് പരിഹരിക്കാമെന്ന് എന്തെങ്കിലും ഒരു ഉറപ്പ് ലഭിച്ചോ? അങ്ങനെയൊന്നും അവർ ആദ്യം 10 മിനിറ്റ് എന്നാ പറഞ്ഞത്. അതിപ്പോ 1 മണിക്കൂറായി, 1.25 മണിക്കൂറിലേക്ക് എത്തുന്നു. ഇനിയിപ്പോ അത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കഴിയുമെന്നുള്ളത്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ ഈ യാത്രയിൽ? ഓക്കെ. കുട്ടികളെ കാണാൻ കഴിയുന്നുണ്ടോ? കുട്ടികളൊക്കെ ഉള്ള സർവീസ് ആണോ ഇത്? കുട്ടികളൊക്കെ ഒരുപാട് വൈകുന്നേരമൊക്കെ ആണല്ലോ പലയിടങ്ങളിലേക്ക് പോകുന്ന ആളുകൾ. ഒരുപാട് കുട്ടികളുണ്ട്. വിഷ്വലിൽ കാണുമ്പോൾ ഒരുപാട് കുട്ടികളുണ്ട്, ആളുകളുണ്ട്, വയസ്സായ ആളുകളുണ്ട്, എല്ലാവരും ഉണ്ട്. കുട്ടികളൊക്കെ പ്രശ്നത്തിലാണ്. അവിടെ അകത്തോട്ടൊന്ന് കാണിക്കാൻ പറ്റുമോ? അകത്തോട്ടൊന്ന് കാണിക്കാൻ പറ്റുമോ അകത്തെ ആ ദൃശ്യങ്ങളെ? അതെ. അപ്പൊ നല്ല തിരക്കുണ്ടല്ലേ? Recording in progress. ഹലോ. അതായത് നല്ല തിരക്കുള്ള സമയമാണ് സജൽ. നല്ല തിരക്കുള്ള സമയമാണല്ലേ? വാട്സാപ്പിൽ വിളിച്ചാൽ സജൽ, നല്ല തിരക്കുള്ള സമയമാണ്. ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ? ഹലോ. നല്ല ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടല്ലേ? സജൽ, കേൾക്കാൻ കഴിയുന്നുണ്ടോ?
അടിയന്തരമായി പരിഹരിക്കേണ്ട പ്രശ്നമാണ്. റെയിൽവേ അടിയന്തരമായി തന്നെ ഇടപെടേണ്ട വിഷയമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. മാതൃഭൂമി ന്യൂസിന് വേണ്ടിയാണ് അഡ്വക്കേറ്റ് സജൽ അകത്ത ദൃശ്യങ്ങൾ പകർത്തിയതും അവിടുത്തെ അവസ്ഥ വിവരിച്ചതും. ഇപ്പോഴത്തെ സ്ഥിതിയിലാണെങ്കിൽ ഷൊർണൂരിലേക്ക് എത്തിച്ച ശേഷം പിന്നീട് ട്രെയിൻ എഞ്ചിൻ എത്തിയ ശേഷം മാത്രമേ പ്രശ്നം പരിഹരിക്കൂ എന്നുള്ളതാണ്. സജൽ, പുതിയ അറിയിപ്പ് എന്തെങ്കിലും ലഭിച്ചുവോ? ഗൂഗിളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം. ഗൂഗിൾ, ഇതാണ് സാഹചര്യം. അതിനകത്തുള്ള പ്രശ്നങ്ങൾ പറഞ്ഞില്ലേ? കുട്ടികളൊക്കെ ഒരുപാട് പേരുണ്ട്, പ്രായമായ ആളുകളുണ്ട്. 1 മണിക്കൂറോളം പിടിച്ചിട്ടിരിക്കുന്നു, അവർക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ഇനി ഷൊർണൂരിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ ഇറങ്ങാൻ കഴിയുകയുള്ളൂ. സമയം ഇനിയും നീണ്ടുപോയേക്കാം എന്നാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായും ആ ഒരു സാഹചര്യം ആണ് നിലവിലുള്ളത്. ആദ്യഘട്ടത്തിൽ റെയിൽവേ ഉടൻ പരിഹരിക്കാമെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ യാത്രക്കാരോട് പറഞ്ഞത് ഈ പുതിയൊരു എഞ്ചിൻ വന്ന് അങ്ങനെ കൊണ്ടുപോകണമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായും അതിന് സമയമെടുക്കും. പക്ഷെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ്. അവിടേക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം പൂർണ്ണമായും ട്രെയിൻ വിട്ടിട്ടില്ല. അവസാന കോച്ചുകൾ ഇപ്പോഴും പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്താണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പെട്ടെന്ന് ട്രെയിൻ എത്തിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഡോറുകൾ ഓപ്പൺ ചെയ്ത് ഇവർക്ക് നൽകാനും കഴിയും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ യാത്ര തുടരണമെങ്കിൽ ഇനിയും ഒരുപക്ഷെ സമയം കൂടുതൽ എടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. കാരണം പുതിയ ഒരു എഞ്ചിൻ എത്തി ഇത് മാറ്റി യാത്ര തുടരണമെങ്കിൽ അതിന് കുറച്ച് സമയം എടുക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. കാരണം അല്ലാത്ത പക്ഷം സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിക്കേണ്ട ഒരു സാധ്യത തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ സൗകര്യത്തോടു കൂടി യാത്ര ചെയ്യുക, കൃത്യസമയത്തേക്ക് വീട്ടിലെത്തുക. ഇതിനാണല്ലോ നമ്മൾ റെയിൽവേ ആശ്രയിക്കുന്നത്, നൂതനമായിട്ടുള്ള സംവിധാനമായ വന്ദേ ഭാരതിനെ ആശ്രയിക്കുന്നത്. അപ്പോൾ പെരുവഴിയിലാവുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണത്. തീർച്ചയായും. അതായത് ഈ വന്ദേ ഭാരത് സ്വാഭാവികമായും നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അധികം കയറുന്നത് ഈ ട്രെയിൻ കൃത്യസമയത്തെത്തും. അതിനധികം പണം ചെലവാക്കിയാണല്ലോ നമ്മൾ കയറുന്നത്. അതിന്റെ പ്രധാന കാരണം ഈ ട്രെയിൻ ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ കൃത്യസമയത്ത് നമുക്ക് എത്താൻ കഴിയും, ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ സാധാരണ ഈ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാറ്. പക്ഷേ ആ സാഹചര്യം അല്ലാത്ത ഒരു സ്ഥിതി വരുന്നു. ഇനി സാങ്കേതിക തകരാർ പരിഹരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സാങ്കേതിക തകരാർ പരിഹരിക്കാനാകില്ല എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ട്രെയിൻ തിരികെ ഷൊർണൂർ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും അതിനുശേഷം മറ്റൊരു എഞ്ചിൻ ഘടിപ്പിച്ച ശേഷം യാത്ര തുടരുകയുമാണ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഇനിയും ഒരുപാട് സമയം ഈ യാത്ര തുടരാൻ എടുക്കുമെന്നുള്ളതാണ്. ഇത് വളരെ സമയം ഒന്നുകൂടി പറയാമോ? എപ്പോഴാണ് തകരാർ നേരിട്ടത്? ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ച് ഈ ചോദ്യം ഉന്നയിക്കുന്ന സമയം വരെ എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര സമയം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു? ഏകദേശം ഒരു 5:30 അല്ലെങ്കിൽ 5:35 ഷൊർണൂരിൽ വന്ദേ ഭാരത് എത്തേണ്ടത്. പക്ഷേ അത് എത്തുമ്പോൾ സ്വാഭാവികമായും ഒരു 10 മിനിറ്റിന്റെ ഡിലേ സാധാരണ എല്ലാ ദിവസങ്ങളിലും വരാറുണ്ട്. അതും കഴിഞ്ഞ് 5:45 ഈ ട്രെയിൻ എത്തി. അതിനും ശേഷം അത് കഴിഞ്ഞ് പിന്നീട് വീണ്ടും ഈ ട്രെയിൻ വൈകുന്ന, അല്ലെങ്കിൽ ഈ ട്രെയിൻ ഈ ഷൊർണൂർ സ്റ്റോപ്പിൽ നിർത്തിയതിനു ശേഷം മുന്നോട്ട് എടുക്കുന്നു. ഉടൻ തന്നെ ഈ സാങ്കേതിക പ്രശ്നം തകരാർ വരുന്നു, ട്രെയിൻ നിൽക്കുന്നു. പിന്നീട് ഇത്തരത്തിൽ ട്രെയിൻ മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി വരുന്നു. ബാറ്ററിയിലെ തകരാർ, ഇലക്ട്രോണിക് തകരാർ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ഇലക്ട്രോണിക് തകരാർ സംഭവിക്കുന്നു. അത് പരിഹരിക്കാൻ ഉള്ളിലെ ടെക്നീഷ്യന്മാർ ശ്രമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഉടൻ തന്നെ. അതായത് നേരത്തെ നമ്മോട് സജൽ പറഞ്ഞതുപോലെ കൃത്യമായ ഒരു അറിയിപ്പ് അവർക്ക് ലഭ്യമാണോ എനിക്ക് സംശയമുണ്ട്. സജലിന്റെ വാക്കുകളിൽ നിന്നും ഒരു കൃത്യമായ ഒരു അറിയിപ്പ് അവർക്ക് ലഭിച്ച് കാണില്ല. പക്ഷേ ലഭിക്കേണ്ടതാണ്. അവരോട് വന്ന് പറയണം, നിങ്ങൾ പാനിക്കാകരുത്. കാരണം ഇത്രയും ആളുകൾ സഞ്ചരിക്കുന്ന സമയമാണ്, കുട്ടികളുണ്ട്, പ്രായമായ ആളുകളുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ മനസ്സിലാക്കി റെയിൽവേയുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഒരു അറിയിപ്പ് കൃത്യമായി നൽകണം. ഇല്ലെങ്കിൽ ആളുകൾ അവിടെ പാനിക്കാകും. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടതാണ്. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനാണ് ഇപ്പോൾ സാങ്കേതിക തകരാർ മൂലം കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് ട്രെയിൻ പിടിച്ചിട്ടിരിക്കുന്നത്. ഷൊർണൂർ പാലത്തിന് സമീപമാണ് ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുന്നത്. അവർ അധികൃതരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കുന്നത് ഷൊർണൂരിലേക്ക് എത്തിച്ച ശേഷം പുതിയ എഞ്ചിൻ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ. അങ്ങനെയെങ്കിൽ 1 മണിക്കൂർ ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു, വീണ്ടും സമയമെടുത്തേക്കാം.